സഭ ദരിദ്രരോട് എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ ഒരു പൗരസമൂഹത്തിൽ, ആ സമൂഹത്തിലെ രാജ്യത്തിലെ ദരിദ്രരുടെ കാര്യത്തിൽ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? അവിടുത്തെ ഭരണകൂടത്തിനാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഭരണകൂടങ്ങളാണ്. നിർഭാഗ്യവശാൽ ഭരണകൂടങ്ങൾ നിഷ്ക്രിയരും നിസ്സംഗരുമായ സമയത്താണ് സഭ ഇടപെട്ടുകൊണ്ടേയിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 40,000 വിദ്യാലയങ്ങൾ സഭയുടേതായിട്ട് ഈ ഇന്ത്യയിൽ നടത്തപ്പെടുന്നുണ്ട്. 2.3%. ഇപ്പൊ എണ്ണി അതുപോലും കാണത്തില്ല. ആ ഒരു ദുർബലരായ മൈനോറിറ്റിയിൽ നിന്നാണ് തങ്ങളുടെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. എന്തിനാണ്? ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ, സ്വയം പര്യാപ്തരാകുന്നതിൽ, തൊഴിൽ കണ്ടെത്തുന്നതിൽ, ഉപജീവന മാർഗം കണ്ടെത്തുന്നതിൽ അവരെ പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഊർജം ചെലവഴിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പൗരന്മാരുടെ, പ്രത്യേകിച്ച് അനാഥരും ദുർബലരും അവശരും വൃദ്ധരുമായ മനുഷ്യരുടെ കാര്യത്തിൽ പ്രഥമ പരിഗണന ഗവൺമെന്റിന്റേതാണ്. സഭ എത്രയോ കൃത്യമായി ദരിദ്രന്റെ ഒപ്പം മുൻപോട്ട് പോവുകയാണ്.